ഇപ്പോൾ സർക്കാർ എങ്ങനെയാണ് ഈ ഓണം വിപണിയെ സജീവമാക്കാൻ പോകുന്നത്, എങ്ങനെയാണ് താഴെ തട്ടിലുള്ളവർക്ക് ഓണവിഭവങ്ങൾ നൽകുക, എങ്ങനെയാണ് സർക്കാർ ജീവനക്കാരെ ചേർത്ത് പിടിക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു മാർഗവും ഇല്ലാതിരിക്കുകയായിരുന്നു നാളിതുവരെ. അതായത് കഴിഞ്ഞ വർഷം നമുക്കറിയാം സുപ്രീം കോടതിയിൽ വരെ കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞു പോയി. ഈ വർഷം കേരളത്തിന്റെ 2024-25 ബജറ്റിൽ കണക്ക് ആക്കിയിരിക്കുന്ന GSDP അനുസരിച്ച് എത്ര കടമെടുക്കാവുന്നത്? 37,512 കോടിയാണ് കടമെടുക്കാവുന്നത്. ആ 37,512 കോടിയിൽ നിന്ന് ഡിസംബർ വരെ, അതായത് പല ക്വാർട്ടറായിട്ട് തിരിച്ച് ഡിസംബർ വരെയുള്ള 3 ക്വാർട്ടർ, ആ 3 ക്വാർട്ടറിലും കൂടി കടമെടുക്കാവുന്ന തുക 21,253 കോടിയാണ് എന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു. അതായത് കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ തീരുമാനിച്ചത് പല മാനദണ്ഡങ്ങൾ വെച്ചാണ്. അങ്ങനെ ആ മാനദണ്ഡങ്ങൾ വെച്ച് തീരുമാനിച്ച് അത് ഗവൺമെന്റിനെ അറിയിച്ചിരുന്നു, സംസ്ഥാന ഗവൺമെന്റിനെ അറിയിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ 21,253 കോടി കടമെടുക്കാമെന്നിരിക്കെ അതിലെ 3,700 കോടി ഒഴിച്ച് ബാക്കി മുഴുവനും സെപ്റ്റംബർ മാസം ആകുന്നതിന് മുൻപ് തന്നെ മുഴുവൻ പണവും ഈ 21,253 കോടിയും കടമെടുത്ത് തീർത്തു. സെപ്റ്റംബറിന്റെ ആദ്യ ആഴ്ചയിലാണ് അവസാനത്തെ ഭാഗം കടമെടുക്കുന്നത്. അങ്ങനെ കടമെടുത്ത് തീർത്തു. അപ്പോൾ ആണ് 20,000 കോടിയുടെ ചെലവ് ഓണത്തിനുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നത്. അപ്പം എവിടെ പോകും, എങ്ങനെ എടുക്കും? അപ്പോൾ ഗവൺമെന്റ് പറയുന്നില്ല. നികുതി വരുമാനം, നികുതിയേതര വരുമാനം, ഇങ്ങനെയൊക്കെ സമാഹരിക്കുന്ന പണം എന്ത് വരും? അത് നമുക്ക് നമ്മൾ അജ്ഞാതരാണ്. അതേപ്പറ്റി നമുക്ക് അജ്ഞതയാണ്, നമ്മളെ അറിയിക്കുന്നില്ല. എല്ലാം വർഷാവസാനം മാത്രമേ നമുക്കറിയാൻ പറ്റുകയുള്ളൂ. പക്ഷേ അങ്ങനെയുള്ള സോഴ്സസ് ഒക്കെ ഉണ്ട്. ആ സോഴ്സസ് ഒക്കെ ഉണ്ട് എങ്കിൽ പോലും നമുക്കറിയാം വയനാട്ടിലെ ദുരന്തം, ആ ദുരന്തത്തിൽ അപ്രതീക്ഷിതമായ ഒരു നല്ല ചെലവ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അത് നമുക്ക് തീർച്ചയായിട്ടും അറിയാം, അത് അംഗീകരിക്കാം, അതിനോട് ഗവൺമെന്റിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യാം. അപ്പോൾ ഗവൺമെന്റിന് അത്ര കണ്ട് ബുദ്ധിമുട്ട്, ധനസ്ഥിതിയിൽ ക്രൈസിസ് അത്ര കണ്ട് വർദ്ധിച്ചു എന്ന് നമുക്ക് ഊഹിക്കാം. അതുപോലെ തന്നെ സാലറി ചാലഞ്ച് വഴി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച പണം അതിൻ്റെ 50% പോലും ഇതുവരെയും കിട്ടിയിട്ടില്ല. കാരണം സർക്കാർ ജീവനക്കാർ സാലറി ചാലഞ്ചിനോട് നെഗറ്റീവായിട്ടാണ് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. കുറേ പേർ കൃത്യമായി പ്രതികരിക്കുകയും കൊടുക്കുകയും ചെയ്യുന്നു, കുറേ പേർ അതിൽ നിന്ന് നിസ്സഹകരിച്ച് മാറി നിൽക്കുന്നു. അതാണ് അവസ്ഥ. പക്ഷെ അങ്ങനെ ആയിട്ട് പോലും സർക്കാർ ജീവനക്കാരെ ചേർത്ത് നിർത്തുന്നു. അതുകൊണ്ടാണ് ഉത്സവ ബത്ത മറ്റതുപോലെ എല്ലാ പ്രാവശ്യവും കൊടുക്കുന്നത് പോലെയുള്ള എല്ലാ സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കുന്നു. അപ്പോൾ അതിന് എവിടുന്ന് പണം കിട്ടും? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡിസംബർ വരെ കടമെടുക്കാമായിരുന്ന പണം മുഴുവനും കടമെടുത്തു കഴിഞ്ഞു ഓഗസ്റ്റ് അവസാനമായപ്പോഴേക്കും. അല്ലെങ്കിൽ ബാക്കി ഇത്തിരി ഉണ്ടായിരുന്നത് സെപ്റ്റംബർ ആദ്യം തന്നെ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ സെപ്റ്റംബർ 5-ാം തീയതി ആയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എവിടെ ചെന്ന് കടമെടുക്കും? അത്തമായിരിക്കുന്നു. അത്തം 7-ാം തീയതി അത്തമാണ്. അത്തം 10 ഓണമാണ്. അപ്പോൾ അങ്ങനെ 15-ാം തീയതി ആകുമ്പോഴത്തേക്ക് ഈ പറയപ്പെട്ടത് കൊടുക്കേണ്ടതൊക്കെ 13-14 ദിവസങ്ങളിലൊക്കെ ആയിട്ട് എങ്കിലും കൊടുക്കണം. അങ്ങനെ ഇരിക്കെ ഒരു 5,000 കോടിയെങ്കിലും ജാനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലഘട്ടത്തേക്ക് കടമെടുക്കാൻ ബാക്കിയുള്ളത് 16,259 കോടിയാണ്. ആ ഒരു ക്വാർട്ടറിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത് 16,259 കോടിയാണ്. അതിൽ നിന്ന് ഒരു 5,000 കോടി കടമെടുക്കാൻ സമ്മതിക്കണം എന്ന് പറഞ്ഞ് കേന്ദ്രത്തെ അപ്രോച്ച് ചെയ്യുന്നു. എല്ലാ ദുസ്ഥിതികളും തുറന്നു കാണിച്ച് നിൽക്കുന്ന ഈ കേരളം എന്ന ഒരു സംസ്ഥാനത്തോട് ഒരു ഫെഡറൽ സംവിധാനത്തിൽ പൂർണ്ണമായിട്ട് മുഖം തിരിച്ചു നിൽക്കാൻ ഒരു ഫെഡറൽ ഗവൺമെന്റിന്, ഒരു യൂണിയൻ ഗവൺമെന്റിന് കഴിയില്ല. അതുകൊണ്ട് അവസാനം സെൻട്രൽ ഗവൺമെന്റ് 5,000 കോടിയാണ് ചോദിച്ചു ചെന്നത്. എങ്കിലും 4,200 കോടി അഡ്വാൻസ് ആയിട്ട് കടമെടുക്കാൻ സമ്മതിക്കുന്നു. അതായത് അടുത്ത ലാസ്റ്റ് ക്വാർട്ടറിൽ, അതായത് ജാനുവരി ടു മാർച്ച്, ആ ക്വാർട്ടറിൽ കടമെടുക്കാൻ അവശേഷിച്ചിരുന്ന 16,259 കോടിയിൽ നിന്നാണ് 4,200 കോടി കടമെടുക്കാനായിട്ട് അനുവദിച്ചത്. ആ 4,200 കോടി കടമെടുത്താലും തീരുന്നില്ല ആവശ്യങ്ങൾ. പക്ഷേ സർക്കാർ ജീവനക്കാർക്ക് വേണ്ട ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കാനും ഒക്കെ ആ പണം കൊണ്ട് പറ്റും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നികുതി വരുമാന സമാഹരണമുണ്ട്, GSTയുടെ ഷെയർ കിട്ടേണ്ടതുണ്ട്.
അതുപോലെ നികുതിയേതര വരുമാന സമാഹരണം, ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പം നമുക്ക് അറിഞ്ഞുകൂടാ എത്ര 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 എന്ന്. അപ്പം അതിനോടൊപ്പം ഈ 4200 കോടിയും കൂടി ആകുമ്പോൾ പിടിച്ചു നിൽക്കാം എന്നൊരവസ്ഥയുണ്ട്. പക്ഷേ ഈ പറയപ്പെട്ട സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2 ഗഡുവെങ്കിലും ഓണത്തിന് കൊടുക്കണം. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വരികയാണ്. ഒരു പക്ഷേ അത് കൂടി, അതായത് സാധാരണക്കാരെ, മഞ്ഞ കാർഡുകാരെ എങ്കിലും ചേർത്ത് നിർത്തണം എന്ന് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് അങ്ങേയറ്റം ഉത്തമമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ സിവിൽ സപ്ലൈസിനെ ശാക്തീകരിക്കാനായിട്ട് പണം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ 6 ലക്ഷം പേർക്കാണ് ഈ മഞ്ഞ AAY കാറ്റഗറിയിലുള്ള 6 ലക്ഷം പേർക്കാണ് കിറ്റ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ കിറ്റ് കൊടുക്കാനായിട്ട് അതും ഇപ്പോൾ സപ്ലൈകോ വഴിയാണ് കിറ്റ് കൊടുക്കുന്നത്. കാരണം റേഷൻ കാർഡുകൾ വഴി കിറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ റേഷൻ കടകൾക്ക് തന്നെ ഒരുപാട് കുടിശ്ശിക കൊടുക്കാൻ കിടക്കുകയാണ്. അപ്പോൾ അതിൽ ഒരു ഭാഗം കൊടുത്തു എങ്കിൽ പോലും അവർ മുഖം തിരിഞ്ഞ് നിൽക്കുന്നത് കൊണ്ടാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ സഹായത്തോടു കൂടി കിറ്റ് കൊടുക്കാം എന്ന തീരുമാനത്തിൽ ഗവൺമെൻറ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പാവപ്പെട്ടവരെ ചേർത്ത് നിർത്തുക. അതായത് ഈ സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കുന്ന ന്യായമായ സാധാരണ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുന്നത് തെറ്റേ എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ സാലറി ചാലഞ്ചിലൊക്കെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന അവരെ ചേർത്ത് നിർത്തുന്നതിനേക്കാളും ഉത്തമമായ കാര്യമാണ് ഈ മഞ്ഞ കാർഡുകാരെ, AAYക്കാരെയൊക്കെ ചേർത്ത് നിർത്തുന്നത്. അപ്പോഴും ഒരു കാര്യം ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തണം. സിവിൽ സപ്ലൈസ് ഒന്നും വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുകയല്ല. ഇപ്പോൾ ഒരുപാട് കുടിശ്ശിക സപ്ലൈ ചെയ്യുന്നവർക്കൊക്കെ കൊടുക്കാനുണ്ട്. അങ്ങനെയാവുമ്പോൾ ഇതര സംസ്ഥാനങ്ങളിൽ കെട്ടിക്കിടക്കുന്ന ആർക്കും വേണ്ടാത്ത, ഒന്നിനും കൊള്ളാത്ത അരിയും സാധനങ്ങളും കൊണ്ടുവന്ന്, ചെറുപയറൊക്കെ എനിക്കറിയാം, റേഷൻ കടയിൽ നിന്ന് എങ്ങാനും ചെറുപയർ കൊണ്ടുവന്നാൽ എന്നോട് പറയാറുണ്ട് പലരും, നിറയെ അഴുക്കും അതും ഇതൊക്കെയാണ് അതിനകത്ത്. അതായത് ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന ചെറുപയറും റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചെറുപയറും രണ്ടും കൂടി കഴുകി നോക്കുമ്പോൾ 10 പ്രാവശ്യം കഴുകിയാലും റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചെറുപയർ പിന്നെയും നിറം മങ്ങിയിരിക്കും, കല്ലും മറ്റെല്ലാ സാധനങ്ങളും കാണും. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ചെറുപയറാണെങ്കിൽ കഴുകാതെ അടുപ്പത്ത് കൊണ്ടുപോയിട്ടാലും തരക്കേടില്ല എന്ന് തോന്നത്തക്ക ശുദ്ധിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സർക്കാർ ശ്രദ്ധിക്കണം. അതായത് പാവങ്ങളെ എന്തെങ്കിലും കൊടുത്ത് വഴിക്ക് കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്ന ഹീന മനസ്സായിരിക്കരുത് ഒരു ഗവൺമെൻറ്റിന്. ചേർത്തു പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ നല്ല ഉൽപ്പന്നങ്ങൾ കൊടുത്ത് തന്നെ അവരെ ചേർത്ത് പിടിക്കണം. അപ്പം ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിത് പ്രത്യേകിച്ച് എടുത്തു പറയാനുണ്ടായ കാരണം, ഒരു ട്രൈബൽ സെറ്റിൽമെൻറ്റിൽ സപ്ലൈ ചെയ്ത കിറ്റിൽ ഉണ്ടായിരുന്ന വെളിച്ചെണ്ണ, അതായത് സർക്കാർ ബ്രാൻഡ് വെളിച്ചെണ്ണയായിരുന്നു. ആ വെളിച്ചെണ്ണ പക്ഷേ കഠിനമായിട്ട് മായം കലർന്നിരുന്നു എന്ന് അവസാനം ഫുഡ് സെക്യൂരിറ്റി വിഭാഗത്തിൻ്റെ അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തി. അവിടെ അത് അതായത് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കിയപ്പോഴാണ് ഫുഡ് സെക്യൂരിറ്റിക്കാരുടെ അടുത്തേക്ക് ഇത് എത്തിക്കുന്നത്. അങ്ങനെ എത്തിച്ചുള്ള പരിശോധനയിൽ അത് വലിയ തോതിൽ മായം ചേർക്കപ്പെട്ട എണ്ണയാണ് അവിടെ കൊടുത്തത്. അപ്പം കേര ഗവൺമെൻറ്റിൻ്റെ ബ്രാൻഡ് വെളിച്ചെണ്ണ, ആ വെളിച്ചെണ്ണയിൽ ആര് മായം കലർത്തി എന്നുള്ളത് ഗവൺമെൻറ് തന്നെ കണ്ടുപിടിക്കേണ്ടതാണ്. ഒരുപക്ഷെ ആ ട്രൈബൽ സെറ്റിൽമെൻറ്റിൽ കൊടുക്കേണ്ടി വന്ന വെളിച്ചെണ്ണയിൽ മാത്രമായിരിക്കാം മായം കലർത്തിയത്. കാരണം അതേ വെളിച്ചെണ്ണ ബ്രാൻഡ് ഞാനൊക്കെ എപ്പോഴും വാങ്ങിക്കുന്നതാണ്. എനിക്ക് അങ്ങനെ മായം കലർന്നിട്ടുണ്ട് എന്ന് തോന്നാറില്ല. തോന്നിയാൽ ഉടനെ അത് ഫുഡ് സെക്യൂരിറ്റി ആക്റ്റുകാരെ കാണിക്കാതിരിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. അപ്പം ഈ ട്രൈബൽ സെറ്റിൽമെൻറ്റിൽ അങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചു? അവർക്ക് കൊടുക്കാനുണ്ടായിരുന്ന കിറ്റിലേക്കുള്ള വെളിച്ചെണ്ണ എവിടെ നിന്ന് പാക്ക് ചെയ്തു. ഈ പാക്കറ്റ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടില്ല, അതിൽ നിറയ്ക്കുന്ന വെളിച്ചെണ്ണ ഉണ്ടാക്കാനും ബുദ്ധിമുട്ടില്ല നമ്മുടെ പലതരം കച്ചവടക്കാരെയും സംബന്ധിച്ചിടത്തോളം. അപ്പം ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ അതിൽ പൂർണ്ണമായിട്ടും വേണം. അതുമാത്രമല്ല, ഉപഭോക്താക്കളും ഓർമ്മയിലിരിക്കട്ടെ, വില കുറഞ്ഞു കിട്ടുന്നു, വെറുതെ കിട്ടുന്നു എന്ന് വിചാരിച്ച് എവിടെ നിന്ന് കിട്ടുന്ന എന്തും കൊണ്ടുപോയി സ്വന്തം ജീവനും ബുദ്ധിക്കും ഒക്കെ അപകടം വരുത്തി വെക്കരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം സാധനങ്ങൾ വാങ്ങാനും ഭക്ഷിക്കുവാനും, അല്ലെങ്കിൽ അത് ഭക്ഷണക്രമത്തിലേക്ക് കൊണ്ടുവരുവാനും.